നമ്മൾ രാവിലെ 8 മണിക്കാണ് ഇൻഫർമേഷൻ സ്റ്റേഷനിൽ അറിഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്നൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. 10 o'clock നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നടപടിക്രമങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ബോഡി പോസ്റ്റ്മോർട്ടം എടുത്ത് ബോഡി ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടാന ആക്രമണം തന്നെയാണോ എന്നുള്ള കാര്യത്തിലുണ്ടാവും സംശയമുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ വന്നിരുന്നു. അതിലെന്തെങ്കിലും സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിൽ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം നടപടി നടക്കുകയാണല്ലോ. വിഷയത്തിന് വേണ്ടി വ്യക്തിത്വ അഭിപ്രായത്തിന് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ പോയിരിക്കുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു വ്യക്തിത്വം എടുത്താൽ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കളക്ടർ എത്തിയില്ലാന്നപ്പോൾ എന്താണ് അങ്ങനൊരു സാഹചര്യം? പ്രതിപക്ഷ നേതാവ് നേരിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത് അത്തരം ആരോപണം ഉന്നയിച്ചത്. കളക്ടറെ പ്രതിനിധീകരിച്ചാണ് ഇന്ന് രാവിലെ തൊട്ട് ഞാനിവിടെ ഉള്ളത്. ഇപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെയുള്ള മെഡിക്കൽ നീഡ്സ് എന്താണ് അതൊക്കെ എല്ലാം അഡ്രസ്സ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടാണ് എല്ലാ തീരുമാനങ്ങളും നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്ഷേപമായിട്ട് വന്നത് ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചു. കേട്ടില്ല. മൃതദേഹം വിട്ടുകൊണ്ടുപോകാൻ ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് കോൺഗ്രസിന്. അവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. തീർച്ചയായിട്ടും അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരു വിദഗ്ധ അഭിപ്രായം എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. ഒരു റോബസ് മെക്കാനിസം ഉണ്ടെങ്കിൽ ആ റോബസ് മെക്കാനിസം തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും പ്രസ് ചെയ്യണം. നാളെ കുടുംബത്തിനൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടിയൊരു കാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിദഗ്ധ അഭിപ്രായത്തിന് വേണ്ടി ബസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് അതിലുള്ളത്. ഇത് വേറെ നടപടിക്രമങ്ങളൊന്നും അതിലില്ല. അല്ല, ശരിക്കും രാവിലെ 8 മണിയോടുകൂടിയാണ് ഇന്നലെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞവർ നമ്മുടെ കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ചാർപ്പ സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുന്നത്, സ്റ്റാഫിനെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ തന്നെ സ്റ്റാഫ് ഈ സ്ഥലത്തെത്തി. സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ സൈഡായിട്ടാണ് വരുന്നത്. അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, അതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റാഫ് അവിടെ എത്തുകയും അവിടെ ഒരു മൃതദേഹം, സതീഷിൻ്റെ മൃതദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അംബികയുടെ മൃതദേഹമാണ് പുഴയിലുണ്ടായിരുന്നത്. അപ്പം അതെടുക്കാനായിട്ട് ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്ന് 8:30-ക്ക് ശേഷം വന്നതിന് ശേഷമാണ് ആ മൃതദേഹം എടുത്തത്. അതിനുശേഷം 10 മണിയോടുകൂടി തന്നെ ആംബുലൻസ് എത്തി നമ്മൾ ഇവിടെ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രതിഷേധം ഉണ്ടാകാൻ കാരണം നമ്മുടെ ഉന്നതികളിലുള്ളവരൊന്നും അല്ല പ്രതിഷേധിച്ചത്, രാഷ്ട്രീയ ഇതാണ് ഉണ്ടായത്. നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രതിഷേധം ഉണ്ടായെന്നുള്ളത് നമുക്കറിയില്ല. അല്ല, ഇത് ശരിക്കും ഇന്നലെ വൈകിട്ടാണ് സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതും ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതും ഇന്ന് രാവിലെ 8 മണിക്കാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫ് പോവുകയും നമുക്ക് ആളിനെ കണ്ടിട്ട് ചവിട്ടിയാൽ മൃതദേഹം അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ബോഡി വെള്ളത്തിലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനൊരു വസ്തുത പുറത്തു വരുള്ളൂ. ചെറിയ ചതവുകളാണ് നമ്മുടെ സതീഷിൻ്റെ ബോഡിയിൽ കണ്ടത്. അതിന് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുള്ളൂ ഇത് കാട്ടാനയുടെ ആക്രമണം കൊണ്ടാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അതിരപ്പള്ളിയിൽ അങ്ങനെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ മേഖലയിൽ അങ്ങനത്തെ സ്ഥിര പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ പ്രശ്നം പറ്റുന്നത് ഇവർ ഇപ്പോൾ തേൻ ശേഖരിക്കാനും വനവിഭവം ശേഖരിക്കാനും എല്ലാവരും ഇപ്പോൾ കാട്ടിനകത്താണ്. ആ സീസണാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രത്യേകം എല്ലാ കോളനികളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുരക്ഷ നോക്കിയിട്ട് വേണം ഈ കുടിൽ. കാരണം ഇവർ ജസ്റ്റ് ഒരു ടാർപ്പാളിൻ വലിച്ചു കെട്ടിയിട്ടാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. അത് തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് സ്ഥിരം ചെയ്ത് ശീലം ഉണ്ടായതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ഇത് ചെയ്യുന്നത്. നമ്മളൊരു പ്രിക്കോഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർ വനവിഭവം ശേഖരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം പോകുന്ന ആ ഒരു രീതിയാണ്. 24 മണിക്കൂറിൽ 3 മരണം, ഒന്ന് അടിച്ചിൽ തൊട്ടിയിലും ഒന്ന് വാഴച്ചാലിലും ഉണ്ടായി. ശരിയാണ്. അത് നമുക്ക് കാട്ടിനകത്ത് വെച്ച് നടക്കുന്നതിന് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എന്താണ് നമ്മൾ പറയാനുള്ളത്. ടൂറിസ്റ്റ് നമ്മുടെ അത് പക്ഷേ കംപ്ലീറ്റ്ലി ഫെൻസ്ഡ് ആണ്. ഇത് പുറത്താണ്. കാരണം അത് ആനകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉളാശ്ശേരി ഭാഗത്തുനിന്ന് ഈ സൈഡിലോട്ട് കയറുന്നത് ആ വഴിയാണ്. ആ വഴി തന്നെ കുറച്ച് പുറത്തോട്ടാണ് ഇവർ ഷെഡ് കെട്ടിയിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ കൂട്ടത്തിനെ കണ്ട് ഇവർ ഭയന്ന് ഓടിയതായിരിക്കാം എന്നാണ് കൂടെ ഉള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ചിന്നി ഓടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് നേരിട്ട് കണ്ടവരില്ല. ആന തട്ടിയിട്ടാണോ ഈ മരണം ഉണ്ടായിരിക്കുന്നതെന്ന് ഇവർ കണ്ടിട്ടുമില്ല. അല്ല, അവരങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ പക്ഷേ ഓടി, ഞങ്ങൾ ആനയെ കണ്ട് ചിന്നി ഓടി. അതല്ലാതെ നമ്മളാരും ഡയറക്റ്റ് സൈറ്റിങ് ആർക്കും ഉണ്ടായില്ല. അല്ല, അത് മറ്റേ പരിക്കുണ്ട്. അവർക്ക് അധികം പരിക്കില്ല. ഉണ്ട്. അത് നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ ശേഷമേ നമുക്ക് നൽകാൻ പറ്റൂ. ചിലപ്പോൾ ആയിരിക്കാം. നമ്മളൊരു കൺഫർമേഷൻ പറയേണ്ടത് ഇപ്പോൾ മരണമല്ലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എടുത്തയാടി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ തന്നെ ലക്ഷണം കണ്ടിട്ട് നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഒരു ബോഡി നമുക്ക് അവിടുന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു കൺഫർമേഷൻ വരണം. അത്രയേ ഉള്ളൂ. ശരി, താങ്ക്സ്.